നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജേഷ്, അദ്ദേഹത്തിന് മുഴുവൻ അറിയപ്പെടുന്ന പേര് രാജേഷ് ആലത്തൂർ എന്നാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, അതിനുപരി നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഒരുപാട് സമൂഹത്തിന് വേണ്ടി, ഒരുപാട് പാവപ്പെട്ടവർക്കായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ കുറേ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് വളരെ സന്തോഷം ഉണ്ടെന്ന് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ പോവാണ്. നമസ്കാരം. 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 ഹരികേഷ് ചേട്ടാ, സുഖമായിരിക്കണം? സുഖമായിരിക്കണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, ഇങ്ങനെ പോകുന്നു. അതല്ലേ? അപ്പോൾ പറഞ്ഞ പോലെ തന്നെ താങ്കൾ കലാരംഗത്ത് കുറെ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2000-ല് കളിയാട്ടം എന്ന സിനിമയിൽ ഒരു ബാലതരമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ ഒരാളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു 650-ൽ മുകളിൽ സിനിമകളിൽ നമ്മൾ കാല് വയ്ക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വേണമെങ്കിൽ 650ഓളം ഫിലിംസിൽ, അതായത് ജൂനിയർ ആയിട്ടും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടും. ശരിക്കും ഇതൊരു വേൾഡ് റെക്കോർഡ് തന്നെ ആണല്ലോ. അല്ല, വേൾഡ് റെക്കോർഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിനു മുമ്പിൽ പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രായത്തിന്റെ ഉള്ളില് നമ്മൾ ജൂനിയർ ആണെങ്കിലും ചിലതിൽ കാണും, ചിലതിൽ കാണില്ല, ചിലതിൽ ഡയലോഗ് ഉണ്ടാവും, ചിലതിൽ ഡയലോഗ് ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്ത്യയിലെ തന്നെ എല്ലാ എങ്ങനെ പറയാ സ്റ്റേറ്റുകളിലും നമ്മളിൽ കാണാൻ പറ്റാത്ത പല നടന്മാരെയും നടികളെയും, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് ദൈവങ്ങളാണ്, ഒന്ന് മോഹൻലാലും മമ്മൂട്ടിയും. അപ്പൊ ഇവരെയൊക്കെ കാണാൻ കിട്ടുക എന്നുള്ളൊരു അവസരം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വലിയൊരു ആഗ്രഹങ്ങളാണ്. അപ്പൊ ആ ആഗ്രഹം നമ്മൾ സഫലമാക്കാനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ. ഇപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കുറെ കാലങ്ങൾ, വർഷങ്ങളോളം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലൈമാക്സിൽ ഞാനൊരു പഠിച്ചൊരു പാഠം, അഭിനയം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ലോട്ടറി പോലെയാണ്. ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ കിട്ടും, ലോട്ടറി അടിച്ചില്ലെങ്കിൽ കിട്ടില്ല എന്നൊരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ സെക്ഷൻ ഒന്ന് മാറ്റി ചവിട്ടി. അതേപോലെ പല മേഖലയിലും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ, അതാണ് ഞാൻ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. കാരണം കുറെ ഷോർട്ട് ഫിലിം മേക്കപ്പ് മാൻ ആയിട്ട് പോയി. സിനിമ ഇപ്പൊ 3 പടം സിനിമ കഴിഞ്ഞു മേക്കപ്പ് മാൻ ആയിട്ട്. അതുകൂടാതെ തന്നെ അടുത്തൊരു പടം വെയിറ്റിംഗ് ആണ്, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്. എല്ലാത്തിലും, അതായത് നമ്മള് ഒരു തൊഴിൽ എന്നുള്ളതിൽ, അല്ലെങ്കിൽ നമുക്കൊരു കൂലി എന്നുള്ളതിന് അപ്പുറം ഞാൻ വേറൊന്നും നമ്മൾ നോക്കാറില്ല. കാരണം നമുക്ക് വേറെ മേഖല അറിയൂല. അപ്പൊ ഈ മേഖലയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നമ്മളിതാ അഭിനയിക്കാൻ ആര് വിളിക്കുന്നുണ്ടോ, ഗ്യാപ്പിനനുസരിച്ചിട്ട് ഫ്രീ ആണെങ്കിൽ അന്ന് അഭിനയിക്കാൻ നമ്മൾ വണ്ടി കയറുകയാണ്. അതേപോലെ മേക്കപ്പിന് ആരാണോ വിളിക്കുന്നത്, അപ്പൊ നേരെ നമ്മൾ മേക്കപ്പിന്റെ പിന്നാലെ പോകുന്നൊരു സെക്ഷനാണ്. ഇപ്പൊ ഒരു പടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതുകൂടാതെ തന്നെ ഒരു സീരിയൽ അഭിനയിക്കാൻ വേണ്ടി പോയി, അതും കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും കൈ കടത്തുന്നുണ്ട് എങ്കിലും ഞാൻ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് മേക്കപ്പ് സെക്ഷനിലേക്കാണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം, അതിനൊപ്പം തന്നെ അഭിനയം കൊണ്ടുപോകണം എന്നുള്ളതാണ്. വരുമാനം തീർച്ചയായിട്ടും അത് നമുക്കൊരു തൊഴിൽ ചെയ്താൽ മാത്രമേ, ഒരു ടെക്നീഷ്യൻ ആകുമ്പോഴാണ് നമുക്കതൊരു വരുമാനമായി മാറുള്ളൂ. ഒരു പക്ഷേ ആർട്ടിസ്റ്റായിട്ട് പോണ സമയത്ത് നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കളുടെ ഒരു വർക്കിന് പോയി, ചിലപ്പോൾ നമ്മൾ ഒരു തിരുവനന്തപുരം വർക്കിന് പോയി, അല്ലെങ്കിൽ ഒരു ഊട്ടിയിൽ വർക്കിന് പോയി, ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടണമെന്നില്ല. ചിലർ ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞ് ചിലപ്പോൾ അയക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യനായിട്ട് പോകുമ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ പോലും ആ ഒരു പൈസ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ടെക്നീഷ്യൻ എന്നുള്ളൊരു സെക്ഷനിലേക്ക് മാറിക്കൊണ്ട്, മേക്കപ്പ് എന്നുള്ളൊരു സെക്ഷനിലേക്ക് മാറിക്കൊണ്ടാണ് ഇപ്പോഴത്തെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. എന്നാലും അഭിനയത്തിൽ കുറെ ആൽബങ്ങളായി, ഷോർട്ട് ഫിലിമുകളായി, കുറെ ആഡുകളായി, കുറെ പരസ്യങ്ങളായി. അപ്പൊ അങ്ങനെ എല്ലാത്തിലും നമ്മൾ കൈകടത്താറുണ്ട്. പക്ഷെ ഇനിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 650ഓളം പടങ്ങളിൽ താങ്കൾ ചെറുതായിട്ടെങ്കിലും ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ ശരിക്കും താങ്കളൊരു മുഖ്യധാരയിലേക്ക് എത്തേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ഒരു അവസരം
ആ ഇനിയും താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും 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 താങ്കൾക്ക് അത് കിട്ടേണ്ട ഒരു അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ അതുമാത്രല്ല, അപ്പോൾ താങ്കൾ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നതായിട്ട് ആ ഞാൻ കേട്ടിരുന്നു. ഇലക്ഷൻ എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഉം, നമ്മളിത് ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ ലോക്സഭയിലേക്ക് നമ്മൾ മത്സരിച്ചു. ഉം, അത് പാലക്കാട് രണ്ടാമത് തവണയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അതുകൂടാതെ തന്നെ 2 പ്രാവശ്യം നിയമസഭ, 2 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത്, ഓ, 2 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു വാർഡ്. അങ്ങനെ 9ാമത്തെ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ ഉം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. പല രാഷ്ട്രീയ പാർട്ടിയുടെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഉം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ട് വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പിലാണ് നമ്മൾ ഉം, ഈ ഉം, സ്വതന്ത്രനായിട്ട് പോകുന്നതിന്റെ ഉം, മെയിൻ കാരണം. ഉം, ഉം, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കൊരു മനുഷ്യന് സേവനത്തിന്റെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അധികാരം വേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ എല്ലാ ജനങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ അടിമത്തത്തിലേക്ക് കിടക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മളെ പോലെ ഈ സ്വതന്ത്രന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ജനങ്ങളുടെ ഇടയിലേക്ക് വരാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. കാരണം ഞാൻ നമ്മുടെ അഭ്യർത്ഥന നോട്ടീസിൽ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വായിച്ചിരുന്നു. വായിച്ചിരുന്നു. ഉം, ഓക്കെ, ഉം, എനിക്ക് കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഈ മണ്ഡലത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാന്നാണ്. പക്ഷെ ഞാൻ കഞ്ഞി കുടിക്കുന്നത് പോലും ഒരു പക്ഷേ ഞാൻ അന്നന്ന് പണിയെടുത്താൽ മാത്രമേ എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ആ ആ ഒരു സെക്ഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല, അല്ലെങ്കിൽ അതൊരു തൊഴിലല്ല എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും കൂടിയാണ്. കാരണം ഉം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. അപ്പോൾ ആ സേവനത്തിന് നമ്മൾ ശമ്പളം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിന് അധികാരമില്ല എന്നാണ് ഞാൻ കണക്കൂട്ടുക. കാരണം ഒരു സേവനം ചെയ്യുന്നതിന് എന്തിനാ പൈസ? അപ്പം പൈസ അങ്ങനെ വാങ്ങുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വേറെ തൊഴിൽ ഇല്ല എന്നുള്ളതാണ്. അതെ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു തൊഴിലുണ്ട്, 500 രൂപ കൂലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊതുരംഗത്ത് നിന്ന് ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ നമുക്ക് ആ സാമ്പത്തികം വേണ്ട എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം. താങ്കൾക്ക് ഇത് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ്. കാരണം ഒരു വരുമാന മാർഗമായിട്ടല്ല, അദ്ദേഹം ഒരു സേവനമായിട്ടാണ് കരുതുന്നത്. കാരണം അധ്വാനിച്ച് പണമുണ്ടാക്കും. എനിക്ക് രാഷ്ട്രീയത്തിനും ഇല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന വരുമാനം ആവശ്യമില്ല, അത് തിരിച്ച് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഇതന്നെ. ശരിക്കും നിങ്ങൾക്ക് ജയിക്കേണ്ട ഒരു വ്യക്തിയാണ്, സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ നന്മയെക്കാട്ടിലും തിന്മയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ അതുകൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ നമ്മൾ വൈകിയില്ലേ? അതെ, നിങ്ങൾ നമ്മളെ കണ്ടെത്താൻ വൈകി അതെ. ശരിക്കും അല്ലേ? പറഞ്ഞാല് ഒരു നിങ്ങൾക്ക് ഇലക്ഷന് ഇലക്ഷന് മുമ്പെങ്കിലും മുന്നേ വന്നാൽ ആയിരുന്നെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു കുറച്ച് കൂടുതൽ വോട്ടുകൾ ലഭിക്കാൻ good സാധ്യത. result. കാരണം താങ്കളുടെ ഒരു നല്ല മനസ്സ് പലരിലേക്കും എത്തിക്കാൻ നമുക്ക് ഈ ഒരു മീഡിയയിലൂടെയൊക്കെ നമുക്കത് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം താങ്കൾക്ക് സ്വന്തം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് താങ്കൾക്ക് പല പരിമിതികളുണ്ടാവും. തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം താങ്കൾക്ക് ഫണ്ടിന്റെ പരിമിതി ഉണ്ടാവും, എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അണികളുണ്ടാവില്ല, ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾ താങ്കളുടെ കൂടെ പ്രവർത്തിക്കാനും സഹകരിക്കാനും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും താങ്കൾ ആ എടുത്തൊരു ശ്രമം, ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനും ഇങ്ങനെ കുറെ കാര്യങ്ങൾ തീരുമാനമെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിന് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് ജനങ്ങളിത് അറിയണം. ഇങ്ങനെയുള്ള ആളുകളും മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ ജനങ്ങളും അറിയണം. ഇങ്ങനത്തെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ജയിപ്പിച്ചു വിടണം. എന്നാൽ മാത്രമേ നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. രാജേഷ് ആലത്തൂരാണ്, നല്ലൊരു കലാകാരനും കൂടി, മാത്രമല്ല നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. താങ്ക് യു ഓക്കെ സാർ, രാജേഷ്, താങ്ക് യു സോ താങ്ക് യു. മച്ച്, താങ്ക് യു സോ മച്ച്.